വചനത്തെ ശ്രദ്ധിക്കുക. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 24-25 വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, വായിച്ചാട്ടെ. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന്, നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് പറഞ്ഞു, 3 പുരുഷന്മാരെ അല്ലയോ നമ്മൾ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചു. സത്യം തന്നെ രാജാവേ എന്ന്, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. രാജാവിനോട് അവര് പറഞ്ഞു, സത്യമാ 3 പേരെയാ നമ്മൾ ബന്ധിച്ച് തീയിൽ ഇട്ടത്. അതിന് അവൻ 4 പുരുഷന്മാർ, അതിന് അവൻ പറയുകയാണ്, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇനി ശ്രദ്ധിച്ചോണം, ഗൗരവമായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. എന്നിട്ട് മെസ്സേജ് ഇതാ, 4-ാമൻ. ഉറക്കെ പറ, 4-ാമൻ. ഹല്ലേലൂയ. ചിലതിന്റെ ജീവിതത്തിൽ 4th man, 4-ാമൻ വെളിപ്പെടാൻ പോവുകയാണ്. ഈ 5-ാം മാസത്തിൽ ചിലരോടൊരു ദൂത് പറയുകയാണ്, നിന്റെ ലൈഫിൽ ഒരു 4-ാമനായി ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടാൻ പോകും. ഇനി ശ്രദ്ധിച്ചോ, രാജാവ് അടിമയായിട്ട് കൊണ്ടുപോയി യഹൂദ ബാലന്മാരെ. ഇനി അതിലെ 3-ാമത്തെ വചനമാണ് നമ്മൾ വായിച്ചത്, 3-ാമത്തെ അധ്യായത്തിൽ നിന്ന്. 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾക്ക് പശ്ചാത്തലം മനസ്സിലാവാൻ വേണ്ടി. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി. അത് ഗോൾഡ് കൊണ്ട് രാജാവ് എന്തു ചെയ്തു? പൊന്നുകൊണ്ടൊരു ഭയങ്കര ബിംബത്തെ ഉണ്ടാക്കി. ആ ബിംബത്തിന്റെ അളവൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ ഉയരം 60 മുഴം ഉയരം, വണ്ണം 6 മുഴവും ആയിരുന്നു. അപ്പൊ 60 കാറ് ശക്തമേറിയ ഒരു സ്വർണ്ണ ബിംബത്തെ രാജാവ് ഉണ്ടാക്കി. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂരാ സമഭൂമിയിൽ നിർത്തി. അപ്പൊ ബാബേൽ സംസ്ഥാനത്ത് ആ മരുഭൂമിയിൽ എന്ത് ചെയ്തു? നിർത്തിയിട്ട് ഈ ദേശാധിപതി ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ്, എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നതെന്ന് അറിയാമോ? എന്നിട്ട് ഈ ബിംബത്തെ പ്രതിഷ്ഠിച്ചിട്ട് 4-ഉം 5-ഉം വാക്യം ഒന്ന് വായിച്ച്. 4-ഉം 5-ഉം വാക്യം എന്തിനാ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചത്? അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ, നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ, ആ സെക്കൻഡിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. ഹല്ലേലൂയ. ഇനി എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഇവിടെ എന്തിനാണ് ആ ബിംബത്തെ ഉണ്ടാക്കി, എന്തിനാ പ്രതിഷ്ഠിച്ചെന്ന് അറിയാമോ? കാഹളവും കുഴലും തമ്പുരും കിന്നരവും ഒക്കെ ഭയങ്കര ശക്തമായിട്ട് അത് വായിക്കുമ്പോൾ എന്തു ചെയ്യണം? എല്ലാവരും വീണ് രാജാവ് ഉണ്ടാക്കിയ സ്വർണ്ണ ബിംബത്തെ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഇല്ലെങ്കിലോ ആ നാഴികയെ തന്നെ എവിടെ പിടിച്ചിടും? എരിയുന്ന തീച്ചൂളയിൽ പിടിച്ചിടും. അങ്ങനെ എല്ലാവരും അത് ചെയ്തു വന്നു. ബൈബിൾ വായിക്കുമ്പോൾ, താരോട്ട് വായിക്കുമ്പോൾ, 6, 7 ഒക്കെ വായിക്കുമ്പോൾ എല്ലാവരും അത് ചെയ്തു വന്നു. പക്ഷേ ദാനിയേലിന്റെ കൂട്ടത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ദാനിയേലിന്റെ 3 സുഹൃത്തുക്കൾ ഈ ബിംബത്തെ വണങ്ങിയില്ല. അവർ വിശ്വസിച്ച പ്രമാണത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു. നമ്മുടെ ജീവിതത്തിൽ വേണ്ട, നാം വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവിൽ ഉറച്ചു നിൽക്കണം. എങ്കിൽ അന്തിമ ജയം കാണും. മോശ കഴിഞ്ഞ് ജോഷുവ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ജോഷുവയുടെ പുസ്തകത്തിൽ എന്താ പറഞ്ഞേ? നീ ഉറപ്പും ധൈര്യമുള്ളവനായി തീരുക. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ മോശയോട് പറഞ്ഞ ദൈവത്തിന്റെ വാക്കുകൾ നീ അനുസരിച്ചാൽ നീ വിടുതൽ കണ്ടിരിക്കോ. ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ, ദൈവത്തിന്റെ ആലോചനയിൽ നാമും നമ്മുടെ കുടുംബവും വിശ്വസിക്കാൻ തയ്യാറായാൽ ഒരു അത്ഭുതത്തെ ദൈവം കാണിക്കും. അവര് നമസ്കരിച്ചില്ല. കൽദേര് വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ദേ ആ കൊണ്ടുവന്ന യഹൂദന്മാരെ ബാലന്മാരുണ്ടല്ലോ, അവ
അവന്മാർ എന്ത് ചെയ്തില്ല? നമസ്കരിച്ചില്ല. ഇനി ശ്രദ്ധിച്ചോണം. അതിന് ഹല്ലേലൂയ 15 തൊട്ടൊന്ന് വായിച്ചേ. ഇനിയാണ് നമ്മൾ ദൂതിലേക്ക് കയറുമ്പോ 15 തൊട്ടൊന്ന് വായിച്ചേ. ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണു നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളിൽ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? രാജാവ് പറയാ, ഒരു അവസാന വാണി നിനക്ക് തരികയാണ്. അവകാശം പറയാണ്. ദേ ഇപ്പൊ വീണ്ടും ഒന്നും കൂടെ നാദവും കാഹളവും തമ്പുരും കിന്നരവും വീണയും നാദസ്വരവും ഒക്കെ ഇപ്പൊ അങ്ങോട്ട് മീട്ടാൻ പോവുക. എത്രയും പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയ ബിംബത്തെ നീ വീണ് നമസ്കരിച്ചോണം. നമസ്കരിച്ചില്ലെങ്കിലോ തീച്ചൂളലിടും. എന്നിട്ടൊരു വാക്കും കൂടെ പറഞ്ഞോ, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പറ്റിയ ഒരു ദേവനും ഇല്ലെന്ന്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായി. ചില അവകാശവാദങ്ങൾ പൊളിയും. ജീവിക്കുന്ന സത്യദൈവം നീ ആരാധിക്കുന്ന ദൈവമാണെന്ന് ദേശത്തിന്റെയും കുടുംബക്കാരുടെ മധ്യത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്ന മാസങ്ങളാണ്. ശക്തമായി ഞാൻ വിളിച്ചു പറയുന്നു, അവർ കളിയാക്കുന്നവന്റെ ദൈവമല്ല, നീ ആരാധിക്കുന്ന ദൈവമാ ജീവനുള്ള ദൈവമെന്ന് ദൈവം തെളിയിക്കാൻ പോകുന്ന മാസങ്ങളാ. രാജാവിന് ഭയങ്കര ഉറപ്പാ. കാരണം ഇവൻ നിൽക്കുന്ന എവിടെ? എന്റെ പരിധിക്കകത്താ, എന്റെ നിയമത്തിന്റെ അകത്താ. വണങ്ങിയില്ലെങ്കിൽ ആ നാരിക തന്നെ പിടിച്ചിടും. ഒരുത്തനെ നിന്നെ വിടിപ്പിക്കാൻ പറ്റത്തില്ല. ബാഹ്യമായി നോക്കിയാ ശരിയാ, ഒരുത്തനും അവിടെ നിന്ന് വിടിപ്പിക്കാൻ പറ്റത്തില്ല. ഇന്ന് ചിലതിനോട് ദൂത എത്ര നടക്കത്തില്ലെന്ന് പറഞ്ഞാലും നാലാമൻ ഇറങ്ങുന്നത് കാണാൻ പോവുക. The fourth man, നാലാമൻ. ഏതോ കുടുംബങ്ങളോട് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ, നിന്റെ കുടുംബത്തോട് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ ഈ കർത്തൃമേശയുടെ ആരാധനയിൽ ദൈവം ഫലിക്കുന്നു. അതിനെന്താ സംഭവിച്ചെന്നറിയാമോ? അടുത്തത് വായിച്ചേ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ഈ മൂന്ന് പേരെ രാജാവിനോട് നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. ഇവര് പറയാണ്, ഈ മൂന്ന് പേരാ ദാനിയേലിന്റെ സുഹൃത്തുക്കളാ, രാജാവേ നിന്നോട് ഇനി പ്രത്യേകിച്ച് ഉത്തരം പറയാൻ ഒന്നും ഞങ്ങൾക്കില്ല. നിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ ഒന്നും ഉത്തരം പറയാനില്ല. ഞങ്ങളൊരു കാര്യം പറയാൻ പോവാ. അടുത്തത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. കണ്ടോ, ഏത് ദേവനുണ്ടടാ നിന്നെ വിടുവിക്കാനെന്ന് ചോദിച്ച രാജാവിന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുന്നവൻ, ദൈവപ്രമാണത്തിന് നിൽക്കുന്നവൻ ധൈര്യത്തോടെ പറയാ, ഞങ്ങളുടെ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ അകത്തു നിന്ന്. രണ്ട് കാര്യം പറയുന്നുണ്ട്, തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നോ വിടുവിക്കാൻ കഴിയുന്ന ദൈവമാണ്. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, നിന്റെ പ്രതിസന്ധിയെ നോക്കി നീ വിളിച്ചു പറ, എന്റെ ദൈവം ജീവനുള്ള ദൈവമോ, അവൻ വിടുവിക്കും. യേശു വന്നിട്ടുണ്ട് നിന്നെ വിടുവിപ്പോ. ജീസസ് ഹല്ലേലൂയ. നിന്നോട് ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. വിടുവിക്കാൻ കഴിയുമ്പോൾ ഞങ്ങൾ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ദൈവം വിടുവിക്കും. അടുത്തത്, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. രാജാവേ, അങ്ങ് മഹാരാജാവാ. അടുത്ത കാര്യം പറയാ, ഇനി അഥവാ വിടുവിക്കാൻ ദൈവം ഇറങ്ങി വന്നില്ലേലോ, ഞങ്ങൾ തീച്ചൂളലേക്ക് പോകേണ്ടി വന്നാലോ, നിന്റെ ദേവനെയോ നീ വച്ചിരിക്കുന്ന സ്വർണ്ണബിംബത്തെയോ ഞങ്ങൾ വണങ്ങത്തില്ല. കണ്ടോ, ഒന്ന് ധൈര്യത്തിൽ പറയാം, ഞങ്ങളുടെ ദൈവം വിടുവിക്കാൻ പറ്റുന്ന ദൈവം. അവൻ ഇറങ്ങി വന്ന നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചിരിക്കും. ഇനി നിന്റെ കൺമുമ്പിൽ വെച്ച് ദൈവം ഞങ്ങൾക്ക് ഇറങ്ങി വന്നില്ലേലും
ഞങ്ങളുടെ ദൈവം തന്നെ, അവന് മാറ്റമില്ല, ഞങ്ങൾ തള്ളി പറയത്തില്ല. ഇന്ന് പകൽ എത്ര പേർ ആ തീരുമാനത്തെ എടുക്കും? ഇന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ രോഗം സൗഖ്യമായില്ലേലും ദൈവം സൗഖ്യദായകനാ. ഇന്നലകളിൽ പ്രാർത്ഥിച്ച കണ്ണീരിന്റെ വിഷയത്തിന് വിടുതൽ കണ്ടില്ലേലോ ദൈവം വിടുവിക്കുന്നവനാ. ഇന്നലത്തെ കുരുക്കരിഞ്ഞില്ലേലോ, ഇന്ന് പകലും പ്രാർത്ഥിച്ചിട്ടൊരു വിടുതൽ കണ്ടില്ലേലോ ദൈവം വിടുവിക്കുന്നവനാ, കുരുക്കരിക്കുന്നവനാ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിനോ അവന്റെ വാഗ്ദത്തങ്ങൾക്കോ ഒരു മാറ്റമില്ല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇനി 19 വായിച്ചേ. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്തു. ചന്ദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. കണ്ടോ, നെബൂഖദ്നേസർ രാജാവിന് കോപം എന്ത് ചെയ്തു? രാജാവിന്റെ മുഖഭാവം അങ്ങ് മാറി. രാജാവിന്റെ മുഖഭാവം എന്ത് ചെയ്തു? ഇവനെ ഇപ്പൊ തകർത്ത് കളയണമെന്ന് പറഞ്ഞോണ്ടാ നിൽക്കുന്നത്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മീതെ ദുഷ്ട കണ്ണോടെ, നാശത്തിന്റെ കണ്ണോടെ നോക്കി നിൽക്കുന്ന, അവകാശം പറഞ്ഞു നിൽക്കുന്ന ചിലതുണ്ട്. രാജാവ് എന്തോ ചെയ്ത്? പെട്ടെന്ന് വായിച്ചേ. ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു. എന്നുള്ള ചൂടല്ല, രാജാവ് ഒരു കാര്യം പറഞ്ഞു, യുവന്മാരെ വിട്ടിട്ട് കാര്യമില്ല, 7 മടങ്ങ് എന്ത് ചെയ്യുക? തീച്ചൂളയുടെ ചൂള അങ്ങ് കൂട്ടുക, അത്രയ്ക്ക് തീയാക്കി. ഇന്ന് പകരം നിന്റെ ജീവിതത്തിൽ മറ്റാരോടുമില്ലാത്ത രീതിയിൽ നിന്നോട് മാത്രം വല്ലാത്ത തീച്ചൂള കൂടുന്നെങ്കിൽ വിടുതലിന്റെ സമയമായി. ഇന്നത്തെ ദൂതിത, ചില തീച്ചൂള നിന്നെ കണ്ടിട്ട് കൂടുന്നെങ്കിൽ, നിന്റെ മുമ്പിൽ കൂടുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, 4-ാമൻ ഇറങ്ങാൻ സമയമായി, 4-ാമൻ ഇറങ്ങാൻ സമയമായി. ശക്തമായി തീച്ചൂള കൂട്ടി. ഇനി ശ്രദ്ധിച്ചോളണം, തീച്ചൂളൽ ഇടാൻ കൽപ്പന വന്നു. ഇനി 21 തൊട്ട് വായിച്ചാൽ 21. അങ്ങനെ അവർ ആ പുരുഷന്മാരുടെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോടും കൂടെ ബന്ധിച്ച്. കണ്ടോ എങ്ങനാ? വസ്ത്രവും ആദും ഇതെല്ലാം കൂടെ ചേർത്ത് എന്ത് ചെയ്തു? ബന്ധിച്ച് കെട്ടി എരിയുന്ന തീച്ചൂളിൽ ഇട്ട് കളഞ്ഞു. എവിടെ കൊണ്ട് ഇട്ട് കളഞ്ഞു? എരിയുന്ന തീച്ചൂളെ കൊണ്ട് ഇട്ട് കളഞ്ഞു. അടുത്തത്, രാജകൽപ്പന കർശനമായിരിക്കൊണ്ട് ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും, രാജകൽപ്പന ശക്തമായതുകൊണ്ടും ചൂള ഭയങ്കരമായതുകൊണ്ടും ചന്ദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശ്രദ്ധിച്ചേ, 7 മടങ്ങ് ആക്കി വർദ്ധിപ്പിച്ചപ്പോ ഈ കൊണ്ടുപോയവരുണ്ട് ഇടാൻ, ഇവരങ്ങോട്ട് ചെന്നപ്പോൾ അവരെയും കൂടെ എന്ത് ചെയ്തു? ദഹിപ്പിച്ചു കളഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം ശക്തമേറിയ ചൂട് അനുഭവിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ശക്തമേറിയ തീച്ചൂളയാന്ന് വിചാരിച്ചു. അങ്ങോട്ട് എടുത്തോണ്ട് പോകാൻ ഇവിടുന്ന് അങ്ങോട്ട് എറിയാൻ തുടങ്ങിയതാ. പക്ഷെ എറിയാൻ വന്നവരുടെ പോലും എന്ത് ചെയ്തു? കത്തി. അത്രയ്ക്കും തീച്ചൂള. ഇനി ശ്രദ്ധിച്ചോണം, 23, 24, 25 ഇന്നത്തെ ദൂതിലേക്ക് കയറാൻ പോവാം. ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരെ ബന്ധിക്കപ്പെട്ടവനായി എരിയുന്ന തീച്ചൂളയിൽ വീണു. എന്നീ 3 പുരുഷന്മാർ എങ്ങനാ വീണേ? ബന്ധിക്കപ്പെട്ടവരായി. ഇന്ന് പകൽ ദൂത് പറയാ, ജീവിതത്തിന്റെ ചില തീച്ചൂളയിൽ വീണ കുടുംബങ്ങളോടാണ് ഇന്നത്തെ ദൂത്. മെസ്സേജ് ഇപ്പൊ തുടങ്ങാൻ പോവാ. ഹല്ലേലൂയ. ഏതൊക്കെയോ കുടുംബത്തോട് പറയുന്നു, ജീവിതത്തിന്റെ ചില തീച്ചൂളയിൽ നീ വീണ് പോയി, പക്ഷെ നിന്നോക്കൊരു പ്രത്യാശയുടെ ദൂതാണ് ദൈവം നൽകാൻ പോകുന്നത്. പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, വചനത്തിന് വേണ്ടി നിൽക്കുന്ന കുഞ്ഞെ, നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ബന്ധിക്കപ്പെട്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സാധ്യതയുമില്ല, ഒരു ചാൻസും ഇല്ലാതെ തീച്ചൂളയിലേക്ക് വീണു. ഇനിയാണ് ശ്രദ്ധിച്ചേ. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, ശ്രദ്ധിച്ചോളാം, ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇതൊന്നും ഒരു
പടമായിട്ടൊന്ന് കണ്ടു നോക്കി. രാജാവ് ഇങ്ങനെ നിൽക്കും. നീ എന്നെ ഇത് ചെയ്തേക്കും അല്ലേ? പിക്ചറായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. കണ്ടോടാ, തീച്ചൂള ഭയങ്കര 7 മടങ്ങ്. രാജാവ് നോക്കിക്കൊണ്ടിരിക്കാം. അവനെ ഒന്ന് കാണണം. അവൻ കിടന്ന് തീച്ചൂളെ കിടന്ന് പടയെന്നൊന്ന് കാണണം. വാലിച്ചങ്ങോട്ട് ഇട്ട് കൊണ്ടുപോയവന്മാര് വരെ കത്തി. രാജാവ് നോക്കിക്കൊണ്ടിരിക്കുക. രാജാവ് എന്ത് ചെയ്തോണ്ടിരിക്കുക? ചിലനോടൊരു ദൂത. ഇത്രയും നാളും ചിലത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവരെ ഞെട്ടിക്കുന്ന ഒരു വിടുതൽ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യാൻ പോയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് ശ്രദ്ധിച്ചോളാം. നമ്മൾ 24 നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ. അപ്പൊ അതുവരെ എങ്ങനെ ഇരിക്കുമായിരുന്നു. കണ്ടോടാ, നീ എന്നെ ധിക്കരിച്ചില്ല, ഇപ്പം നീ തീരുന്നത് കണ്ടോ? ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന രാജാവ് ചാടി എഴുന്നേറ്റു. രാജാവ് ചാടി എഴുന്നേക്കാൻ കാരണം എന്തോന്നറിയാം? അടുത്തത് നാം 3 പുരുഷന്മാരെ അല്ലയോ? എഴുന്നേറ്റ് മന്ത്രിമാരോട് ഇങ്ങ് വരാൻ പറഞ്ഞു. നോക്കിക്കൊണ്ടിരുന്നപ്പോ മന്ത്രിമാരെ ഇങ്ങു വാ. എന്താണെന്നറിയാവോ? ഒരു ഡൗട്ട് എനിക്കൊരു. നമ്മൾ എത്ര പേരെ ഇട്ടേ? 3 പുരുഷന്മാരല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തി. അവർ പറഞ്ഞു, രാജാവേ സത്യമാ സത്യമാ, ഞങ്ങളല്ലയോ കണ്ടത്, നമ്മളെല്ലാം കണ്ടതല്ലയോ. 3 പേരെയാ ബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? തീക്കത്തിട്ടിരിക്കുന്നത്. അടിച്ചത്. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. പക്ഷേ രാജാവ് പറയോ, അല്ല അല്ല അല്ല, ഇപ്പം 4 എണ്ണം ഉണ്ട്, ഈ 3ന്റെ കെട്ടുകഴിഞ്ഞേക്കുവാ. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, നിന്റെ തീച്ചൂളയുടെ അനുഭവത്തിന്റെ അകത്ത് ഒരു 4ാമൻ, 4th man എന്റെ ദൈവം ഇറങ്ങാൻ പോകുകയോ. ഒരു 4ാമൻ നിന്റെ കെട്ടിയ കെട്ടിനെ അഴിച്ച് നിന്റെ മനസ്സിനെ, ജീവിതത്തെ, ശരീരത്തെ, സമ്പത്തിനെ, നിന്റെ ആരോഗ്യത്തെ, ഒറ്റപ്പെട്ട അനുഭവങ്ങളെ, നിന്റെ തലമുറകളെ ബന്ധിച്ച് തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളോട് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, ഒരു 4ാമൻ ഇറങ്ങാൻ പോകുകയാ. ഒരു 4ാമൻ, ഒരു 4ാമൻ. ചിലരോട് ശക്തമായി ദൈവാത്മാവ് പറയുന്നു, ഒരു 4ാമൻ ഇറങ്ങാൻ പോകുക, ഒരു 4ാമൻ ഇറങ്ങാൻ പോകുക. എന്നിട്ട് പറയുകയാണ്, തീച്ചൂളെ ഞാൻ കാണുന്നു. അടുത്തത്, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. അടുത്തൊരു കാര്യം, അവൻ ഒന്നിനും എന്ത് പറ്റിയിട്ടില്ല? ഒരു കേടും പറ്റിയിട്ടില്ല, ഒരു കേടും പറ്റിയിട്ടില്ല. അടുത്തത്, 4ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. 4ാമത്തവന്റെ രൂപം എന്ത് ചെയ്തിരിക്കുന്നു? ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. 4ാമൻ സാധാരണ ആളല്ല. ദൈവദൂതനോട് എന്ത് ചെയ്തിരിക്കുന്നു? ഒത്തിരിക്കുന്നു. 4ാമൻ ഇറങ്ങിയോണ്ട് ആ വാക്ക് ശ്രദ്ധിച്ചോണം. കെട്ടഴിഞ്ഞു, ഒരു കേടും തട്ടിയിട്ടില്ല. ഇന്ന് പകൽ എല്ലാവരോടും ദൂത് പറഞ്ഞത്, എല്ലാ തലയെ തൊട്ട് ഞാൻ പ്രവചിക്കാം. ഈ 5ാം മാസത്തിലെ 5ാമത്തെ സൺഡേയിൽ, ഹല്ലേലൂയ, ഈ 12:15 കഴിഞ്ഞ സമയത്ത് ഞാൻ പ്രവചിക്കുക, ഒരു കേടും തട്ടാതെ വണ്ണം നിന്നെ സംരക്ഷിക്കുന്ന 4ാമൻ ചില വിഷയത്തിന് ഇറങ്ങാൻ പോയ, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങാൻ പോവുക. കരമടിച്ച് ദൈവത്തിന് മഹത്വം കരറ്റിയേ ശക്തമേറിയ ദൈവപ്രവൃത്തികൾ ഒരു കേടും തട്ടാതെ വണ്ണം പിശാച് അവകാശം പറയുന്നു. ആ വാക്ക് വീണ്ടും എടുത്തു പറയുന്നു, പിശാച് അവകാശം പറയാന്നവണ്ണം ചില അവകാശങ്ങൾ ദൈവം പൊളിക്കാൻ പോവുകയാ, പൊളിക്കാൻ പോവുക. ചില ഉറവുകൾക്ക് പിശാച് അവകാശം പറഞ്ഞെങ്കിലും ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുന്നു, ചില അവകാശം പറഞ്ഞെങ്കിലും ലൈഫിൽ ഒരു രഹബോത്ത് വെളിപ്പെടുത്തുമെന്ന്, ചില ഉറവുകൾക്ക് പിശാച് അവകാശം പറഞ്ഞു, ചില ഉറവുകൾക്ക് അവകാശം പറഞ്ഞു. നീ കുഴിച്ച കുഴിക്ക് ആ നന്മയുടെ ഉറവുകൾക്ക് അവകാശം പറഞ്ഞു. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ഒരു സ്വസ്ഥതയുടെ നിനക്കൊരു ഇടം തരുന്ന രഹബോത്ത് വെളിപ്പെടുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്ത് യേശുവിന്റെ നാമത്തിൽ ഒരു 4ാമൻ നിന്റെ കുടുംബത്തിൽ ഇറങ്ങാൻ പോകുക, ഒരു 4ാമൻ നിന്റെ കുടുംബത്തിൽ ഇറങ്ങാൻ പോകുക,
ഒരു നാലാമൻ നിന്റെ കുടുംബത്തിൽ ഇറങ്ങാൻ പോകുക. ഒരു നാലാമൻ നിന്റെ കുടുംബത്തിൽ ഇറങ്ങാൻ പോകുക. ഒരു നാലാമൻ ഇറങ്ങാൻ പോകുക. ഒരു നാലാമൻ ഇറങ്ങാൻ പോകുക. ശക്തമായി പ്രാർത്ഥിച്ചു. ഓ ഹല്ലേലൂയ. ഒരു നാലാമൻ ഇറങ്ങുന്ന പോലെ ജീവിതത്തിന്റെ ചില മണ്ഡലങ്ങൾ വിഷയത്തിന്റെ മേൽ ഒരു നാലാമൻ ദൈവദൂതനായി ഇറങ്ങാൻ പോകുകയാണ്. ഓരോ കരമൊടിച്ച് ഒരു കേട് പോലും തട്ടാതെ നിന്റെ കെട്ടുകളെ അഴിക്കുന്ന നാലാമൻ. ഞാൻ ആത്മാവിലൊന്ന് നടക്കുക, ഈ ഹോളിന് ചുറ്റും നടക്കുക. ചില കെട്ടുകൾ അഴിക്കുക ദൈവം, ചില കെട്ടുകളെ ദൈവം അഴിക്കുക. യേശുവിന്റെ നാമത്തിൽ എല്ലാ കരങ്ങളും അടിച്ച് ഒരു നാലാമൻ നിനക്കായി ചലിക്കുന്നു, നിന്റെ കുടുംബത്തിനായി ചലിക്കുന്നു, ഒരു നാലാമൻ. എല്ലാവരും ആത്മാവേ ഒരു നാലാമൻ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി. ഓ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. നാലാമൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. 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 ഇന്നും ജീവിക്കുന്നു യേശുവേ. ഭയങ്കര വിടുതലാണ് ദൈവം ഇതിന്റെ അകത്ത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. ഒരു ആത്മനിയോഗത്തോടെ ഞാൻ ഈ ഹോളിന് ചുറ്റും, നിങ്ങൾക്ക് ചുറ്റും ആത്മാവി സഞ്ചരിച്ചത്. എനിക്ക് ഉറപ്പുണ്ട് നാലാമൻ ഇറങ്ങാൻ പോവുക. നിന്റെ വീട്ടിൽ നാലാമൻ ഇറങ്ങാൻ പോവുക. ഇനിയും പറയത്തില്ല പിശാച് ഇറങ്ങി അത് പോരാട്ടം ഒന്നുമല്ല. നിന്റെ കെട്ട് പൊട്ടിക്കുന്ന നാലാമൻ, ഒരു കേടും പറ്റാതെ നിന്നെ കാത്തുന്നു കൊള്ളുന്ന നാലാമൻ. എന്റെ കർത്താവ് ഇറങ്ങാൻ പോവാ. അടുത്തിരിക്കുന്നവർക്ക് കൈ പിടിച്ച് കുലുക്കിട്ട് പറ, നാലാമൻ ഇറങ്ങാൻ പോവാന്ന് പറഞ്ഞേ. അഭിഷേകത്തിനെ നാലാമൻ ഇറങ്ങാൻ പോവാ ജീവിതത്തിൽ. പറ്റുമെങ്കിൽ നെഞ്ചത്തോട് കൈവച്ചോ കരമുരുത്ത് പറ, എനിക്ക് വേണ്ടി നാലാമൻ ഇറങ്ങാൻ പോവാ. എന്റെ നാലാമൻ ഉദ്ദേശിക്കുക എന്റെ കർത്താവ് ഇറങ്ങാൻ പോയാ. ചില തീച്ചൂളയുടെ ജീവിതാനുഭവത്തിൽ, തീച്ചൂളയുടെ ജീവിതാനുഭവത്തിൽ ഞാൻ പുനലൂരേക്കുള്ള ഒരു യാത്രയുടെ മധ്യത്തിലാണ് ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചത്. ഞാനിങ്ങനെ കർത്താവ്, ഞാൻ ഈ സൺഡേയിൽ ഞാനൊരു മെസ്സേജ് തയ്യാറാക്കി വെച്ചായിരുന്നു സൺഡേ പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. എന്നാലും എൻ്റെ ഉള്ളിൽ കർത്താവ്, ഞാൻ അത് തന്നെയാണോ പറയേണ്ടത്? പ്രത്യേകിച്ച് എൻ്റെ പരിശുദ്ധമേ ഇതിലോട്ട് കൊണ്ടിട്ട് പറഞ്ഞു, നീ ജനത്തോട് വിളിച്ചു പറ, ഈ വചനം കൂടെ തന്നിട്ട് പറയാം, നാലാമൻ ഇറങ്ങാൻ പോകുന്നത് പറ. ഞാൻ അടുത്ത ആഴ്ച പ്രസംഗിച്ചോളാം. ഹല്ലേലൂയ. ഒരു നാലാമൻ ഇറങ്ങാൻ പോവുക. ഇവിടെ ഇരിക്കുന്ന, എനിക്ക് സമയമില്ല, കത്തുമേശ നിൽക്കുന്നു, ഓരോ തലയെ തൊട്ട് ഞാൻ പ്രവചിക്കുക. നാലാമൻ നിന്റെ കുടുംബത്തിൽ ഇറങ്ങാം. നാലാമൻ നിന്റെ കുടുംബത്തിൽ ഇറങ്ങാം. നാലാമൻ നിന്റെ കുടുംബത്തിൽ ഇറങ്ങാം. തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന വാക്കുണ്ടോ? അവരുടെ കെട്ടഴിഞ്ഞിട്ട് നടക്കുന്നെന്ന്. നാലാമൻ
ഇറങ്ങുമ്പോ നിന്റെ തീച്ചൂട് അനുഭവത്തില് രോഗത്തിന്റെ, കടഭാരത്തിന്റെ, ജീവിതത്തിന്റെ ഞെരുക്കുന്ന മാറി മാറിയുള്ള അനുഭവങ്ങളുടെ, അടിക്കടിയുള്ള പരാജയത്തിന്റെ, ഒറ്റപ്പെടലിന്റെ, നിന്നകളുടെ തീച്ചൂളയുടെ അനുഭവത്തിന്റെ അകത്തിന്റെ കേട്ട ദൈവം പൊട്ടിക്കൂ. നാലാമൻ പൊട്ടിക്കൂ. എന്തോ തലവേദന ഉണ്ടാക്കുന്ന പോലത്തെ വിഷയങ്ങൾ, അതല്ലെങ്കിൽ വല്ലാത്ത ഹെഡേക്ക് പോലത്തെ ചില അനുഭവങ്ങൾ. ഒരു സാധാ ഒരു അതല്ല, നമ്മൾ ശരീരങ്ങൾ അസ്വസ്ഥപ്പെട്ട് ഭയങ്കരമായി യാത്ര ചെയ്യുമ്പോൾ, സമയം തെറ്റി കഴിക്കുമ്പോൾ, ഉറങ്ങുമ്പോഴൊക്കെ ഒരു തലവേദന ഉണ്ട്. അത് നോർമലാ. അതല്ലാത്ത അസ്വസ്ഥപ്പെടുത്തുന്ന പോരാട്ടത്തിന്റെ തലവേദനകളും തലവേദന ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങളും കെട്ടുപൊട്ടുക. നാലാമ ചില ശരീരങ്ങളെ സൗഖ്യമാവട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാവട്ടെ. തീച്ചൂളുടെ അനുഭവത്തിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോവുക. ഒരു നാലാമൻ ഇറങ്ങാൻ പോവുക. ഇനി വായിച്ചെന്ന് പുതിയ നാലാമൻ ഇറങ്ങിയാൽ നിന്റെ കെട്ടുപൊട്ടും. നാലാമൻ ഇറങ്ങിയ എന്തോ പറയും? കെട്ടുപൊട്ടും. പിശാച് വെച്ചതും ശത്രു വെച്ച കെട്ടുകളെല്ലാം പൊട്ടും. ഹല്ലേലൂയ. പാസ്റ്ററേ എന്റെ കെട്ട് പൊട്ടുപോയി. പാസ്റ്റർ ഒന്നും വേണ്ട, പാസ്റ്റർ പോലും വേണ്ട. നിന്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങിയാൽ, അതുകൊണ്ടാണ് ഈ ആരാധനയ്ക്കൊക്കെ വരുമ്പോ പറയണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും വെച്ചോണ്ടിരിക്കുക. ഈ മീറ്റിങ്ങിന് വരുമ്പോ ഈ മെസ്സേജ് തുടങ്ങാറാകുമ്പോ വരരുത്. 10:30 മുമ്പേ ആരാധനയ്ക്ക് വേണം. വർഷിപ്പിന്റെ ഇടയ്ക്ക് ഗുണമുണ്ട്. ഇന്ന് രാവിലേക്ക് എന്ത് ദൈവ സാന്നിധ്യം ഇറങ്ങിയത് എനിക്ക് പോലും ഇരിക്കാൻ പോലും പറ്റിയില്ല. ദൈവദാസന്മാർ പറയുന്നതിന് മുമ്പ് നമ്മൾ ഇരുന്നിട്ട് ആരാധിക്കുക. ഹല്ലേലൂയ. ആരാധനയ്ക്കകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങുമ്പോ അതിന്റെ അകത്ത് ശത്രുവിന്റെ മുഖം തന്നെ പൊട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എരിയുന്ന തീച്ചൂടെ വാതുക്കൽ അടുത്തു ചെന്നു. അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ചന്ദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, പുറത്തു വരുവീനെന്ന് കൽപ്പിച്ചു. രാജാവ് എന്തോ പറഞ്ഞു? ഈ രാജാവ് നേരത്തെ എന്തോ പറഞ്ഞേ 16 എന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്ന ദൈവം ദേവനെ. ഇപ്പൊ ഈ രാജാവ് എന്തോ പറഞ്ഞേ? പുറത്തു വാ മോനെ. നാലാമൻ ഇറങ്ങിയാൽ പറഞ്ഞ വാക്ക് തിരുത്തി മാറ്റും. നാലാമൻ ഇറങ്ങിയാൽ എന്തോ സംഭവിക്കുന്നേ? നിനക്കെതിരെ പറഞ്ഞത്, ശാപം പിടിച്ചത്, നന്നാവത്തില്ലെന്ന് പറഞ്ഞത്, ഗുണം കാണത്തില്ലെന്ന് പറഞ്ഞത്, ഒന്നും ആവത്തില്ലെന്ന് പറഞ്ഞത് അവന്റെ നാവ് കൊണ്ട് തിരുത്തി മാറ്റും. നടക്കത്തില്ലെന്ന് പറഞ്ഞ രാജാവ് പറയാം, മക്കളെ കേറി വാ. അടുത്തത് അങ്ങനെ ചന്ദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപതിമാരും സംസ്ഥാന ദേശാധിപന്മാരും രാജമന്ത്രിമാരും വന്നുകൂടി. ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചിട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടോ? ഇവർക്ക് ഇതാ വിഷയം. ഈ വന്നവരെല്ലാം ഒന്ന് മണത്തു നോക്കി. തീയുടെ സ്മെല്ലില്ല, തലമുടി കരിഞ്ഞിട്ടില്ല, കാൽച്ചട്ടയ്ക്ക് കേട് പറ്റിയിട്ടില്ല, തീയുടെ മണം പോലും എന്ത് ചെയ്തില്ല. ഇന്ന് നീ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നിരിക്കാം. നാലാമൻ ഇറങ്ങി കുറച്ചുകൾ കഴിയുമ്പോ ഇങ്ങനൊരു കഷ്ടത എനിക്ക് ഉണ്ടായിരുന്നോ എന്ന് പോലും ചിന്തിച്ചു പോകും. മനസ്സിലായോ? ഹല്ലേലൂയ. എത്ര പേരുടെ സാക്ഷ്യം കേട്ടു? ഹല്ലേലൂയ. വാടക വീട് മാറി 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 അല്ലെങ്കിൽ വല്ലാത്ത അവർ ജീവിതാനുഭവത്തിലൂടെ പോയി ഒരു നാൾ വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ ചിന്തിക്കും, ഞങ്ങളൊക്കെ പണ്ട് വാടക വീട്ടിൽ താമസം ഉണ്ടായിരുന്നോ? തീമണം പോലും മേശാതെ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടിയവർ ഇന്ന് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നമ്മളൊക്കെ ആഹാരത്തിന് ബുദ്ധിമുട്ടിയോ? അതുപോലെ തീമണം പോലും മേശാതെ നിന്നെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു നാലാമൻ ഇന്നും നീ തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ ആയിരിക്കാം. പക്ഷെ കേട് തട്ടാതെ പുറത്തു കൊണ്ടുവരുന്ന ഒരു നാലാമൻ. ഇനി പെട്ടെന്ന് വായിച്ചു 28 മുതൽ. അപ്പോൾ
ആ. ചന്ദ്രക്കിന്റെയും മേശക്കിന്റെയും ആ. അബേദ്നെഗോമിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആണോ? നെബൂഖദ്നേസർ തിരിച്ചു പറഞ്ഞു. ഇനിയിപ്പോ എന്തോ പറഞ്ഞേ? നിങ്ങളുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നിങ്ങളുടെ ദൈവം. നാലാമൻ ഇറങ്ങിയാൽ നിങ്ങൾ സാക്ഷ്യം പറയണ്ട, നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ സാക്ഷ്യം പറയും. അങ്ങനെ ഒരു ദൂത് എടുക്കാമോ? നിങ്ങളെ കുറിച്ച് ആര് സാക്ഷ്യം പറയും? അവരുടെ ദൈവം ഭയങ്കര ദൈവമാണ്, അവരെ ദൈവം വിടിവിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? മറ്റുള്ളവരോട് പറയട്ടെ, നമ്മൾ മാത്രം പറയട്ടെ, അവന്റെ ദൈവം മാനിച്ചു, കർത്താവിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. ഒരു സാക്ഷ്യം കേൾക്കാൻ പോയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഓരോ വാക്കും ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. പ്രവചന ശബ്ദമാ. ഹല്ലേലൂയ. ഇനി വേഗത്തിൽ വായിച്ചു. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ. ആർക്കു വേണ്ടിയാ നാലാമൻ ഇറങ്ങുന്നേ? അതും കൂടെ ശ്രദ്ധിച്ചോ. ആർക്കു വേണ്ടിയാ നാലാമൻ ഇറങ്ങുന്നേ? ആ വാക്കും കൂടെ ശ്രദ്ധിച്ചു. വേറൊരു ദൈവത്തെയും തന്റെ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന പൈതൽ ഉറക്കെ പറ, ആശ്രയിക്കണം. അടുത്തത് സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്തായിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. കേട്ടോ? ദൈവത്തിൽ ആശ്രയം വെച്ച് വേറൊന്നിനോടും പ്രാർത്ഥിക്കാതെ വണങ്ങാതെ ജീവനുള്ള സത്യദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ ദൈവത്തെ വണങ്ങി ആരാധിക്കുകയും ചെയ്യുക. ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ആശ്രയിക്കുന്ന ദൈവത്തിനോട് പറയുന്നു, നാലാമൻ നിനക്ക് വേണ്ടി ചലിച്ചിരിക്കുക. ഇനി അടുത്തത് 29-30. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായകൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ചന്ദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോമിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി കൽപ്പിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. രാജാവിന്റെ വിധി തിരിച്ചു മാറ്റി. നാലാമൻ ഇറങ്ങിയ ചില വിധി തിരിച്ചു മാറും. ഇപ്പൊ പറയാ, ഈ ശദ്രക്ക് മേശക് അബേദ്നെഗോവിന്റെ ദൈവത്തെ ആരേലും വല്ലതും പറഞ്ഞ അവന്റെ വീട് കുപ്പക്കൊന്നാക്കി മാറ്റും, അവനെ തകർത്ത് കളയുന്നു. തിരിച്ചു മാറ്റിയത് കണ്ടോ ദൈവം? ഇനി 30 ആ വാക്യം വായിച്ചപ്പോ ഇന്നലെ രാത്രിയിൽ ഇന്ന് രാവിലെ എനിക്ക് ഇരുന്ന് ആ സോഫയിൽ ഇരുന്ന് ദൈവത്തെ ഞാൻ അങ്ങ് മഹത്വപ്പെടുത്തുക. 30 ഒന്ന് വായിച്ച ദൂത്. പിന്നെ രാജാവ് ചന്ദ്രക്കിനും മേശക്കിനും അബേദ്നെഗോമിനും ബാബേൽ സംസ്ഥാനത്ത് സംസ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. സ്ഥാനമാനങ്ങൾ എന്ത് ചെയ്തു? സമ്മാനങ്ങളും സ്ഥാനമാനങ്ങളും പൊസിഷനും ഹോണറും ദേശത്ത് കൊടുത്തു. നാലാമൻ ഇറങ്ങിയ നിനക്ക് സമ്മാനം ലഭിക്കും, നിനക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നാലാമൻ ഇറങ്ങാൻ പോവുക. നാലാമൻ നിന്റെ കൂടാരത്തിൽ ഇറങ്ങാൻ പോവുക, നിന്റെ കുടുംബത്തിൽ ഇറങ്ങാൻ പോവുക. നാലാമൻ ഇറങ്ങാൻ പോവുക. പ്രാർത്ഥിച്ചോ, ആരാധിച്ചോ, ദൈവത്തിൽ ആശ്രയിച്ചോ. എന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. വിശ്വസിക്കുന്നുണ്ട്? നാലാമൻ ഇറങ്ങും. ഹല്ലേലൂയ. ഒരിക്കൽ ശിഷ്യന്മാര് പടകിൽ യാത്ര, യേശു പറഞ്ഞിട്ട യാത്രയായത്. യാത്രയായപ്പോ ബൈബിൾ ഇങ്ങനെ ഒരു വാക്കാണ്, എടുക്കണ്ട സമയമില്ലാത്തതുകൊണ്ട്. അവർ പടകിൽ യാത്ര ചെയ്തപ്പോ നടുക്കടലിലെത്തി. ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നത്. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിൽ, യേശു അപ്പുറത്ത് മറുകര. യേശു ഇല്ലാതെ യാത്ര. ബൈബിൾ പറയുന്നു, കാറ്റ് പ്രതികൂലം, തണ്ട് വലച്ചു വലഞ്ഞു, ഇനി രക്ഷപ്പെടുന്ന ഒന്നും തോന്നിയില്ല. രാത്രിയിലെ യാമങ്ങൾ കഴിഞ്ഞുപോയി. പക്ഷെ യാത്രയിലെ 4-ാം യാമത്തിൽ അവർ നോക്കാൻ നേരത്ത് കടലിൽ കൂടെ ഒരുത്തൻ നടന്നു വരുന്നു. 4-ാം യാമത്തിൽ നാലാമൻ വരും. നടുക്കടലായ അവസ്ഥ. യേശു പറഞ്ഞിട്ടാ ഇറങ്ങി തിരിച്ചത്. അപ്പോ ഒക്കെ വർദ്ധിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് യേശു മലയിൽ പ്രാർത്ഥിക്കാൻ പോയി. പക്ഷെ ഇവരിറങ്ങി തിരിച്ചു. പറഞ്ഞിട്ട് ഇറങ്ങി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചു. നടുക്കടലിൽ നിൽക്കുന്ന പോലെ ചില അനുഭവങ്ങൾ. എന്ത് ഈ നടുക്കടലിൽ എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് വിട്ടോ വിട്ടു, അക്കരെ
അപ്പുറം ചെന്നോ ചെന്നുമില്ല. നടുക്കടലിൽ തിരകളുടെ ശബ്ദം. ചിലപ്പോ ചിന്തിച്ചാണോ ഇറങ്ങണ്ടായിരുന്നു, അപ്പുറത്തെങ്കിലും നിന്നാ മതിയായിരുന്നു. അങ്ങ് എത്തിയതുമില്ല. ഇങ്ങനെ നടുക്കടലിൽ കിടന്ന് ആഞ്ഞടിക്കുന്നു. ഇന്നൊരു ദൂത് പറയാ, ദൈവം പറഞ്ഞിട്ടാണോ നീ ഇറങ്ങി തിരിച്ചത്? നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ മലയിലുണ്ടോ? നീ നടുക്കടലിൽ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അവര് ചിന്തിച്ചു തീർന്നെന്ന്. പക്ഷേ നാലായാമത്തിൽ നാലാമൻ കടലിന് മീതെ നടന്നു വരുന്നു. ഇന്ന് പകൽ ചിലതിനോട് ദൈവനാമ ദൂത് പറയാണ്. ചിലതിന്റെ ജീവിതത്തിനകത്ത് ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്.